വെൽക്കം ഓൾ. അപ്പോൾ എൻ്റെ ടോപ്പിക്ക് ലെക്ചർ ഫ്രം ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ആണ്. ലെക്ചർ മെത്തേഡ് എന്താണ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ലെക്ചർ മെത്തേഡ്? ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്ക് നമ്മൾ ഓറലി പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയാം. അതുപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എക്സ്പെരിമെന്റിൽ കാണിച്ചു കൊടുക്കുന്നതിനെയാണ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ എന്താണ് ലെക്ചർ ഫ്രം ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് അപ്പോൾ നമുക്കറിയാം ലെക്ചർ മെത്തേഡിന്റെയും ഡെമോൺസ്ട്രേഷൻ മെത്തേഡിന്റെയും കോമ്പിനേഷൻ ആണ് ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. അത് ചെയ്യാനായിട്ട് നമുക്ക് 3 വേസ് ആണുള്ളത്. ഒന്നാമത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ അത് ലെക്ചർ നമ്മൾ വിശദീകരിച്ചതിന് ശേഷം അത് എക്സ്പെരിമെന്റിൽ കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നതിനോടൊപ്പം നമുക്കത് എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അങ്ങനെ 3 വേസ് ആണ് ഇത് ചെയ്യാനായിട്ടുള്ളത്. ഇനി അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ തിയറിയും പ്രാക്ടിക്കലും നമുക്ക് ഒന്നിച്ച് ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഈ മെത്തേഡിലൂടെ സാധിക്കും. അതുപോലെ തന്നെ സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ് എന്നുള്ളൊരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ടീച്ചർ അത് പറഞ്ഞു കുട്ടികൾ കേൾക്കുന്നു. അതിന് പകരമായിട്ട് വിഷ്വലൈസിലൂടെ കുട്ടികൾ ഒരു സംഭവം പഠിക്കുന്നതിനെയാണ് നമ്മൾ ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ രണ്ടാമത്തെ ഇമ്പോർട്ടൻസ്. ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡിന്റെ സ്റ്റെപ്സ് ആണ് നോക്കുന്നത്. മെയിനായിട്ട് 5 സ്റ്റെപ്സ് ആണ് ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡിന് വരുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ. പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എക്സ്പെരിമെന്റ് ആണോ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ലാബിൽ അവൈലബിൾ ആണോ എന്ന് ടീച്ചേഴ്സ് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അത് റിഹേഴ്സൽ ചെയ്ത് നോക്കിയിട്ടും ഉണ്ടാവണം. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ സെൽ സ്ട്രക്ചർ ആണ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒനിയൻ റൂട്ട് ടിപ്പ് ആണ് സെല്ല് സെക്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒനിയൻ റൂട്ട് ടിപ്പ് ഉണ്ടോ, സ്റ്റെയിൻ ഉണ്ടോ, സ്ലൈഡ്, മൈക്രോസ്കോപ്പ് ഇതെല്ലാം ആ ലാബിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ അവൈലബിൾ ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതാണ് പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ വരുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ലെസൺ. ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ലെസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ സെൽ സ്ട്രക്ചർ ആണ് കുട്ടികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് സെല്ലിന്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ആ ഒരു ടോപ്പിക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ ആൻസർ ആണ് നമ്മൾ ഈ എക്സ്പെരിമെന്റിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഈ സെല്ലിന്റെ കാര്യം പറയുകയാണെങ്കിൽ സെൽ കമ്പോണൻസ് അല്ലെങ്കിൽ ഓർഗനൽസ് നമുക്ക് സെക്ഷനിലൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവർക്ക് എന്തൊക്കെയാണ് സെല്ലിന്റെ കമ്പോണൻസ് എന്നുള്ള ക്വസ്റ്റ്യന് ഉത്തരം ലഭിക്കും. അത്തരത്തിൽ അങ്ങനെയാണ് നമ്മൾ ഒരു ലെസൺ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് പ്രസന്റേഷൻ. പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ നമ്മൾ ഈ ലെസൺ എന്തിനാണ്, അതിന്റെ എയിം എന്താണ്, പർപ്പസ് എന്താണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനെയാണ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ സെല്ലിന്റെ കേസ് പറയുന്നത് സെൽ കമ്പോണൻസിനെ പറ്റി എന്തിനാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നതാണ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ വരുന്നത്. ഇനി നാലാമത്തെ സ്റ്റെപ്പ്, 3 സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു. ഇനി നാലാമത്തെ സ്റ്റെപ്പാണ് പെർഫോമിംഗ് ഡെമോൺസ്ട്രേഷൻ. അതായത് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതിനാണ് അത് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അതെല്ലാ കുട്ടികൾക്കും വിസിബിൾ ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ, അതിന് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് എല്ലാം നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കണം. എല്ലാ കുട്ടികളും അത് കാണുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇപ്പൊ സെല്ലിന്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്തിനാണ് സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത്, മൈക്രോസ്കോപ്പ് എത്ര അഡ്ജസ്റ്റ്മെന്റിൽ വെക്കണം, എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് എന്താണ് ഈ സ്റ്റെപ്പിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്കും ഈ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള നമ്മൾ അവസരം കൊടുക്കണം. എല്ലാ കുട്ടികൾക്കും അത് സാധിച്ചു എന്ന് വരില്ല, എന്നാലും 1-2 കുട്ടികൾക്ക് ഇത് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്, ഇപ്പൊ സെല്ലിന്റെ കേസിലാണെങ്കിൽ അത് സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ന്യൂക്ലിയസ് സെൽ വോളൊക്കെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കിട്ടിയ റിസൾട്ട് അവർ നോട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടത് ടീച്ചേഴ്സിന്റെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. ഇനി അടുത്ത വരുന്ന സ്റ്റെപ്പാണ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിന് ഇപ്പൊ മൈക്രോസ്കോപ്പിക് വ്യൂ നമ്മൾ സെല്ലിന്റെ കിട്ടി, അപ്പൊ സെല്ല് വോള് നമുക്ക് ന്യൂക്ലിയസ് കാണുന്നുണ്ട്, സെൽ വോള് കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ബ്ലാക്ക് ബോർഡിൽ വരയ്ക്കണം. അത് കുട്ടികളും നോട്ട്ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ
ഈ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലെസൺ ഇവർക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും. അതാണ് റിഫ്ലക്ഷനിൽ വരുന്നത്. അപ്പം എന്തൊക്കെയാണ് സ്റ്റെപ്പ്? 5 സ്റ്റെപ്പാണ് നമ്മൾ ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡിൽ പറഞ്ഞത്. എന്തൊക്കെയാ? പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ, ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ലെസൺ, പ്രസന്റേഷൻ, പെർഫോമിംഗ് ഡെമോൺസ്ട്രേഷൻ ആൻഡ് റിഫ്ലക്ഷൻ. ഇത്രയും സ്റ്റെപ്പുകളാണ് ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാ സ്റ്റെപ്പും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെറിറ്റ്സ് ആണ്. ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ മെറിറ്റ്സ് എന്താണ്? ഇറ്റ് ഈസ് എക്കണോമിക്കൽ ഇൻ ടൈം. അതായത് ടൈം വളരെ കുറവ് മതി. നമ്മൾ ഓറലി കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വിഷയം മനസ്സിലാക്കി കൊടുക്കുന്നതിനേക്കാളും എന്താണ് ടൈം വളരെ കുറവാണ് എക്സ്പെരിമെന്റലി ഒരു സംഭവം നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ ആവശ്യമായിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെറിറ്റ്, ഇതൊരു മൾട്ടി സെൻസറി അപ്രോച്ച് ആണ്. കാരണം കുട്ടികൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്, അവർ അതിന്റെ റിസൾട്ട് കാണുന്നുണ്ട്, നമ്മൾ ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കുന്നുണ്ട്, ചിന്തിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അതൊരു മൾട്ടി സെൻസറി അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ അവരുടെ അറ്റൻഷൻ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് വളരെ ഹെൽപ്ഫുൾ ആണ്. അടുത്തതാണ് ടു ഇംപ്രൂവ് റാഷണൽ തിങ്കിങ് ആൻഡ് ഒബ്സർവേഷൻ പവർ സ്റ്റുഡൻസ്. അവരുടെ തിങ്കിങ് ഒബ്സർവേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാനായിട്ടും ഈ ഒരു ടെക്നിക്ക് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡിന്റെ മെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തതാണ് ഡിമെറിറ്റ്സ് ഓഫ് ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. ഡിമെറിറ്റ്സിൽ ഒന്നാമത്തെയാണ് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്. എല്ലാ കുട്ടികൾക്കും, ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. ഒന്നോ രണ്ടോ കുട്ടികൾക്കാണ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഇൻഡിവിജ്വൽസിനും ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല ഈ മെത്തേഡിൽ. അതാണ് ഒന്നാമത്തെ ഡിമെറിറ്റ്. രണ്ടാമത്തെ ഡിമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സയന്റിഫിക് മെത്തേഡിന്റെ ട്രെയിനിങ് ഒന്നുമില്ല. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവാൻ നമ്മൾ എക്സ്പെരിമെന്റ് ടീച്ചേഴ്സ് കാണിച്ചു കൊടുക്കുന്നു. എല്ലാ കുട്ടികൾക്കും അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു ട്രെയിനിങ്, സയന്റിഫിക് മെത്തേഡിന്റെ ട്രെയിനിങ് ലഭിക്കണില്ല. അതാണ് രണ്ടാമത്തെ ഡിമെറിറ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഇംപ്രൂവ് എക്സ്പെരിമെന്റേഷൻ സ്കില്ല്. അതായത് ഒരു കുട്ടിക്ക് ഈ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള സ്കില്ല് ഇംപ്രൂവ് ചെയ്യൊന്നുമില്ല. കാരണം എല്ലാ കുട്ടികൾക്കും കിട്ടുന്നില്ല. ഏതെങ്കിലും കുട്ടികളെ കൊണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെയ്യിക്കില്ല, ടീച്ചേഴ്സ് തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ടാവുള്ളൂ ഈ ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡിൽ. അപ്പം എക്സ്പെരിമെന്റേഷൻ സ്കില്ലും ഇംപ്രൂവ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ ഡിമെറിറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ചെയ്യാനുള്ള 3 മെത്തേഡ്സ് പറഞ്ഞു, അതിന്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറഞ്ഞു. ഇതൊക്കെയാണ് ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡിൽ വരുന്നത്. അപ്പം താങ്ക് യു.